ഭാഗവതം എന്താണ്? നമ്മുടെ മുന്നിലൊരു ചിത്രം വേണം. നമ്മുടെ ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത് മറ്റ് മതങ്ങളെപ്പോലെ ഒരു ഗ്രന്ഥത്തിൽ നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ടോപ്പ് വേദങ്ങൾ എന്ന് പറയുമ്പോൾ പല മഠങ്ങളിലായി പല ഗുരുകുലങ്ങളിലായി വ്യാപിച്ചിരുന്ന വേദശാഖകളെ വേദവ്യാസ മഹർഷി അതെല്ലാം കളക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ വേദവ്യാസ മഹർഷിക്ക് മുമ്പും ഈ സംസ്കാരമുണ്ട്. അല്ലാതെ വേദവ്യാസ മഹർഷി നല്ല തുടങ്ങിയത് അന്ന് ഓരോരോ ഗുരുകുലത്തിൽ. ഞാൻ പറഞ്ഞു കേട്ടുള്ളത്, ഇന്ന് പാകിസ്ഥാൻ കൈവശമിരിക്കുന്ന നമ്മുടെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. ആർക്കെങ്കിലും അറിയില്ല, ശ്രീനഗറിന് അടുത്ത്. അതിനെ ശാരദാപീഠം എന്ന് പറയും. ഇതാണ്. അപ്പോൾ എത്രയോ കാലം മുമ്പ്, വ്യാസഭഗവാന് മുമ്പ് തന്നെ അവിടെ ആയിരക്കണക്കിന് വിദേശത്തുനിന്ന് പോലും കുട്ടികൾ വന്ന് ഭാരത സംസ്കാരം പഠിക്കുമായിരുന്നു. അവിടെ താന്ത്രികമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ശിവ ആരാധനകൾ, അങ്ങനെ പലതും ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ആളുകൾ വന്ന് പഠിക്കുമായിരുന്നു. അപ്പം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി പോലെയായിരുന്നു നമ്മുടെ ഓരോ ഗുരുകുലങ്ങൾ എന്ന് പറയുമ്പോൾ. നിങ്ങൾ തക്ഷശില, നളന്ദ എന്നൊക്കെ കേട്ട് കാണും അല്ലേ? ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള സംസ്കൃതി ഇതിനെന്ത് ചെയ്തു? വ്യാസഭഗവാന് മനസ്സിലായി ഇത് ഓരോ ആശ്രമങ്ങളിൽ നിന്നാൽ ശരിയാവില്ല. ഇതിനെല്ലാം ശിഷ്യന്മാരെ കൊണ്ട് ആ മന്ത്രസംഹിതകൾ എടുത്ത് കളക്ട് ചെയ്ത് അദ്ദേഹം വേദത്തെ 3ആയി ഡിവൈഡ് ചെയ്തു. ഇതിനെ പറയുക കർമ്മകാന്ഡം, അതായത് കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മന്ത്രം. പിന്നെ ഉപാസനാകാന്ഡം, സൂക്തങ്ങൾ, പുരുഷ സൂക്തം എന്നൊക്കെ കേട്ടില്ലേ? ഈ സൂക്തങ്ങളൊക്കെ അതിന് ഉപാസനാകാന്ഡം. 3-മത്തത് ജ്ഞാനകാന്ഡം. ഏതൊക്കെയാണ്? കർമ്മം. ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ യജ്ഞങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, അതെല്ലാം കർമ്മകാന്ഡങ്ങൾ. ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ വന്നാൽ നിങ്ങൾ ഓത്ത് കേൾക്കാറുണ്ട് അല്ലേ? അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന സൂക്തങ്ങളാണ്. അതിൻ്റെ അകത്ത് അർത്ഥമുണ്ട്. പുരുഷ സൂക്തം, ഇങ്ങനെയൊക്കെയുള്ള സൂക്തങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. 3-മത്തതാണ് ഇത് ഉപനിഷത്തുക്കൾ. ഉപനിഷത്തുക്കൾ നമുക്ക് എത്ര ഉണ്ടെന്നറിയോ? 108ഓളം ഉപനിഷത്തുണ്ട്. എത്രണ്ണം? ഈ 108 ഉപനിഷത്തുക്കൾ എവിടെ എഴുതി വെച്ച്? ഇത് എഴുതിയത് വേദവ്യാസ മഹർഷിയല്ല. ഇതെവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇതെല്ലാം ഇപ്പോൾ എവിടെയുള്ളത്? ഭാഗവതത്തിലാണോ? വേദത്തിലാണ്. എവിടെയാണ്? വേദത്തിലാണ്. അപ്പം 4 വേദങ്ങളിലായി ഈ 108 ഉപനിഷത്തുക്കളെ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുകയാണ്. അപ്പം വേദമെന്ന് പറഞ്ഞാൽ കേവലം നിങ്ങൾ മന്ത്രം എന്ന് വിചാരിക്കരുത്. അതിനകത്ത് മന്ത്രങ്ങൾ, അതുപോലെ സൂക്തങ്ങൾ കൂടെ വരണം നിങ്ങൾ. ലാസ്റ്റ് ഭാഗം ഉപനിഷത്തുക്കൾ. ഈ 108 ഉപനിഷത്തുകൾ 4 വേദങ്ങളിലായി ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുകയാണ്. അപ്പം അതിൽ 10 ഉപനിഷത്താണ് വളരെ പ്രസിദ്ധമായ ഉപനിഷത്ത്. ദശോപനിഷത്ത് എന്ന് പറയും. അതിനാണ് പിൽക്കാലത്ത് ആചാര്യസ്വാമികൾ, ആദിശങ്കരാചാര്യസ്വാമികൾ കമൻട്രി എഴുതിയത്. എത്ര ഉപനിഷത്തുക്കൾക്ക്? 10 ഉപനിഷത്തുക്കൾക്ക്. അതിലേതെങ്കിലും ഒരു ഉപനിഷത്തിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. അതും ഒരു ഉപനിഷത്തിലെ പ്രസിദ്ധമായ മന്ത്രമാണ് നമ്മുടെ ഒരു വലിയ ക്ഷേത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഏത് ക്ഷേത്രത്തിൽ എഴുതി വച്ചിരിക്കണോ? ശബരിമലയിൽ. അത് തത്വമസി എന്ന് പറയുന്നത് ഏത് ഉപനിഷത്തിനെടുത്താണെന്നറിയും നിങ്ങൾക്ക്? ഏതുപനിഷത്തിനെടുത്താണ്? ചാന്തോക്യോപനിഷത്തിൽ നിന്ന്. ഏതിൽ നിന്നാണ്? ചാന്തോക്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിൽ വരുന്നതാണ് ഈ തത്വമസി. ഒരു അച്ഛനും മകനും. അച്ഛൻ്റെ പേരൊക്കെ അറിയോ നിങ്ങൾക്ക്? മകൻ്റെ പേരൊക്കെ അറിയോ? അച്ഛൻ്റെ പേര് ഉദ്ദാലകൻ, മകൻ്റെ പേര് ശ്വേതകേതു. ഇപ്പോൾ ഉദ്ദാലകൻ എന്ന് പറയുന്ന അച്ഛൻ ശ്വേതകേതു എന്ന് പറയുന്ന പുത്രൻ ഉപദേശിക്കുന്ന മന്ത്രമാണ് ഏത്? തത്വമസി എന്നുള്ളത്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടൊന്നല്ല പോകുന്നത്. എല്ലാവരും പോകുന്ന പുറകിൽ അങ്ങനെ പോകണു. കെട്ടി ശബരിമലയ്ക്ക് കെട്ടുന്നത് വരെ പോകണം. ഒരു ദിവസം നമ്മളെ കെട്ടിയെടുക്കും, അത് വേറെ കാര്യം. അങ്ങനെ വിളിച്ചു പോകുന്ന സമയത്ത് കർപ്പൂരദീപം സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, എല്ലാ സ്വാമിക്ക്. ഇപ്പം വിളിക്കുമ്പം കല്ലും മുള്ളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് സ്വാമിക്ക് ഇരിക്കട്ടെ എന്ന്. ഇനിയിപ്പോൾ അതായിട്ട് എന്തിനാപ്പം നമ്മളെടുക്കണത്? ഇതൊക്കെ ഇപ്പം സ്വാമിക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഇതപ്പം നമ്മുടെ ഭക്തി. ഇപ്പം ആരെടുത്താൽ നമുക്കെന്ത്? പോകുമ്പോൾ മസാല ദോശയും കഴിക്കണം, പിന്നെ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചുളിവിൽ ദർശനവും കിട്ടി,
ശബരിമലയിൽ നിന്ന് അപ്പവും വാങ്ങിച്ച് അരവണയും വാങ്ങിച്ച് പോന്നാൽ ഭക്തി സമ്പൂർണ്ണം. അതാണ് ഇപ്പോൾ നമ്മുടെ ഹിന്ദുവിൻ്റെ ഭക്തി എന്ന് പറയുന്നത്. പോട്ടെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ഉപനിഷത്തുക്കളും ഒക്കെ അടങ്ങിയ വേദത്തെ പിന്നീട് അതിൽ നിന്ന് അതിൻ്റെയൊക്കെ ഒരു സാരാംശം ഉൾക്കൊണ്ട് ഇതിനെ കഥാരൂപത്തിൽ ആവിഷ്കരിച്ചതാണ് മഹാഭാരതം. ആ മഹാഭാരതത്തിൻ്റെ പിന്നിലും ചില സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ആ മഹാഭാരതത്തിൽ വരുന്ന അതിഗംഭീരമായൊരു ഭാഗമാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന ഭഗവത്ഗീത. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ തട്ടായിട്ട് നമുക്ക് ഇതിഹാസങ്ങൾ എന്ന് പറയും. മഹാഭാരതവും അതിനു മുമ്പ് എഴുതിയിട്ടുള്ള വാത്മീകി മഹർഷി തന്നിട്ടുള്ള രാമായണവും. പിന്നീട് മൂന്നാമത്തെ ഒരു തട്ടിലാണ് നമുക്ക് പുരാണങ്ങളിരിക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം ഇത്ര പുരാണങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 പുരാണങ്ങളുണ്ട്. അതിൽ 18ാമത്തെ പുരാണമാണ് ഇത് ഭാഗവതം. അതിൻ്റെ പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകരണ ഗ്രന്ഥങ്ങളാണ്. അതായത് നമുക്ക് അനവധി മഹാന്മാർ തന്നിരിക്കുന്ന കൃതികൾ, ഇപ്പോൾ പൂന്താനത്തിൻ്റെ കൃതി, എഴുത്തച്ഛൻ്റെ കൃതികൾ, ശങ്കരാചാര്യസ്വാമികളുടെ കൃതികൾ, നാരായണ ഗുരുദേവൻ്റെ കൃതികൾ, ഇങ്ങനെയുള്ള ഗുരുക്കന്മാരാൽ തന്നിരിക്കുന്ന കൃതികളെയൊക്കെ വിളിക്കുന്ന പേര് പ്രകരണ ഗ്രന്ഥങ്ങളാണ്. അതായത് ഈ ശാസ്ത്രം മനസ്സിലാക്കാൻ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് മനസ്സിലാക്കാൻ സഹായകരമായ കൃതികൾ. അപ്പം നോക്കൂ, നമ്മുടെ എത്ര പുസ്തകങ്ങളാണ് നോക്കൂ. വേദം, അതിൽ 108 ഉപനിഷത്ത്, ഇതിഹാസങ്ങൾ 2, പുരാണങ്ങൾ, പിന്നെ ഉപപുരാണങ്ങളുണ്ട്, പറയാൻ പോയ ഇനിയുണ്ട്, പിന്നെ നമുക്ക് പ്രകരണ ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ വലിയൊരു പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് ഹിന്ദുമതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത വെച്ചാൽ ഈ പുസ്തകങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചെങ്കിലും അവതരിപ്പിക്കുന്ന സത്യം ഏകം സത് വിപ്ര ബഹുദാ വദന്തി. പറയൂ, ഏകം സത് വിപ്ര ബഹുദാ വദന്തി. ഒന്ന് പറയൂ എല്ലാവരും. വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ, ആചാര്യന്മാർ. ബഹുദ, പല രീതിയിൽ അവരെന്ത് ചെയ്തിരിക്കണോ പറഞ്ഞിരിക്കും. പറയാനുള്ള കാര്യം കൂടെ വന്നില്ല, പറഞ്ഞ് അവതരിപ്പിക്കുന്ന കാര്യം ഒറ്റ കാര്യമാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാള്. പക്ഷെ അത് പല രീതിയിൽ നമുക്ക്, അതായത് നാരായണ ഗുരുദേവൻ പറഞ്ഞതും എഴുത്തച്ഛൻ പറഞ്ഞതും ആദിശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതും ഭാഗവതത്തിൽ പറയുന്നതും ഉപനിഷത്തിൽ പറയുന്നതും എല്ലാം ഇത് മനസ്സിലാക്കണം. പറയാനുള്ളത് ഒരൊറ്റ സത്യത്തെക്കുറിച്ചാണ്. ആ സത്യം നമുക്ക് പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. രാമകൃഷ്ണ പരമഹംസരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ വെള്ളത്തെ ഓരോ നാട്ടുകാർ, കേരളീയർ മലയാളത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ അതിനെ തണ്ണി എന്ന് പറയും, അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ പാനി എന്ന് പറയും, നീരു എന്ന് പറയും. പക്ഷെ സംഗതിയെല്ലാം ഒരേ സാധനം തന്നെയാണ്. അത് നമുക്കൊരു സംശയമില്ല. ഇതുപോലെയാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇവിടെ 18ാമത്തെ പുരാണമാണ് ഇത് നമ്മളിവിടെ കാണുന്ന ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകങ്ങൾ ഉണ്ട് എന്നാണ്. പക്ഷെ അത്രയൊന്നുമില്ല, അതിൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ജനറലി പറയാം 18,000 ശ്ലോകങ്ങളുള്ള 18ാമത്തെ പുരാണം. എന്താണ് ഈ ഭാഗവത പുരാണത്തിലൂടെ വ്യാസഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്? ഈ ഭാഗവതത്തിൻ്റെ മോട്ടോ എന്താണ്? അത് ആദ്യത്തെ പ്രഥമ ശ്ലോകത്തിൽ തന്നെ വ്യാസഭഗവാൻ പറയുന്നു, ജന്മാദ്യസ്യ യതോന്വയാദിതരതച്ച അർത്വേഷഭിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹൃദായാദികവേ മുഖ്യന്തിയൽ സൂരയ തേജോ വാരിമതാമിതാ വിനിമയോ എത്ര ത്രിസർഗോംഷ. അടുത്ത വരിയിൽ പറയാണ്, ധാമ്നാസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഈ വാക്കെല്ലാവരും ഒന്ന് പറയണം, സത്യം പരം ധീമഹി. എന്താ അർത്ഥം? പരമമായ പരം സത്യം ധീമഹി. നേരത്തെ ഗായത്രി മന്ത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? ഗായത്രി മന്ത്രത്തിലും ധീമഹി, ധീമഹി എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങളതിനെ മനസ്സിലാക്കുന്നു, ഞങ്ങളതിനെ അറിയുന്നു. ഏതിനെയാണ് അറിയേണ്ടത്? പരം സത്യം. ഏതിനെ അറിയേണ്ടത്? പരമമായ സത്യം. ശ്രദ്ധിക്കണേ ഈ പറയുന്നത്. അതായത് ജീവിതം നമുക്ക് ഇപ്പോൾ സത്യമാണ്, ഇന്നിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്, അല്ലേ? ആണോ? അല്ല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോർച്ചറി കൊണ്ടുണ്ടവരാ.
ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും പലരും സമാധിയിലാണ്, അത് വേറെ കാര്യം. അത് ചൂടിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. അപ്പോൾ കാരണം ചൂട് തലയ്ക്ക് കയറിയ ഉറക്കം വരും ചിലർക്ക്. അത് നല്ലതാണ്, കാരണം വീട്ടിലോ കടന്നുറങ്ങില്ല, അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്. ഇനി മരിക്കുന്നത് വരെ ജീവിക്കുന്നുള്ളതൊരു കാര്യം ഉറപ്പാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ആ മരിക്കുന്നത് വരെ എങ്ങനെയായിരിക്കും ജീവിതം എന്നതൊരു ഉറപ്പുണ്ടോ നമുക്ക്? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ നന്നായി, എനിക്കിത് പറഞ്ഞു തരണം. എന്തൊക്കെയാണ് വരിക, എന്തൊക്കെ നേരിടേണ്ടി വരും, എങ്ങനെയൊക്കെയായിരിക്കും, വല്ല പിടിയുണ്ടോ? അതൊന്നും മിണ്ടാത്തത്. ഒരു പിടിയുള്ളത് പൂന്താനത്തിൻ്റെ വരികളാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും, അതുറപ്പാണ്. പിന്നെ പറയുന്നത് കണ്ടു കണ്ട ജനങ്ങളെ, അതും ഉറപ്പാണ്. ആ കോവിഡ് വന്നപ്പോൾ കുറേ കണ്ടു നമ്മൾ, അല്ലേ? കണ്ടെങ്കിരുന്ന സമയത്ത് കുറേ പേരെ കണ്ടില്ലെന്നോ നടിക്കുന്നതും ഭഗവാൻ നടിക്കല്ല, ശരിക്കും സംഭവിച്ചത്. പിന്നെ നമ്മൾ കാണുന്നത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, അതും നമുക്കറിയാം. ഈ തടിക്ക് എപ്പോഴാണ് വിനാശം അതും അറിയില്ല, ഉണ്ടോ? പിന്നെയാണെങ്കിൽ പൂന്താനം വീണ്ടും പറയുന്നു, 2-4 ദിനം കൊണ്ടൊരുത്തനെ ലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കറിയാം, വരികളൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ചോദ്യം ഇതാണ്, നാളെ എന്ത് വരും എന്നറിയില്ല. നമുക്കൊരു അൺസർട്ടനിറ്റിയാണ്, ഒരു വ്യക്തതയില്ല. എന്നാൽ ഇവിടെ നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരു കാര്യം കാണിച്ചു തരികയാണ്. അതെന്താണത്? നാളെ എന്തു വന്നാലും അത് നമ്മളെ തളർത്താതെ, നമ്മുടെ മാനസികമായ നിലവാരത്തെ ഒട്ടും അസ്വസ്ഥമാകാതെ അതിലൂടെ കടന്നു പോവാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മറികടക്കാൻ അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വേണോ? അതാണ് ചോദ്യം. എന്തു വരുന്നു നമുക്കറിയില്ല, പക്ഷേ വരുന്നതിനെ നേരിടാൻ മരിക്കുന്നത് വരെ പ്രാപ്തമാകുന്ന ഒരു മനസ്സ് വേണോ? പറയൂ, വേണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നിപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അമ്പലത്തിൽ പോയൊക്കെ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലത് വരണേ, നല്ലത് വരണേ, നല്ലത് വരണേ, നല്ലത് വരണേ എന്നാണ്. ആണോ? ആരെങ്കിലും ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരണേന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കൈപ്പൊക്കുന്ന കാണട്ടെ. കുന്തി ദേവി അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവാം. അല്ല, നമ്മളാരെങ്കിലും അത് പറയുമോ? നമ്മളൊക്കെ ആരെങ്കിലും ഇപ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു അങ്ങനെ സപ്താഹത്തിലൊക്കെ വന്നടിക്കും. ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തിയാൽ ലോകവുമില്ല സമസ്തവുമില്ല. പിന്നെ ഈ പറയാം, ഞാൻ എൻ്റെ കെട്ടിയോളും ഓളോ കുട്ടിയോളും മാത്രം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടണം, ഞങ്ങളെയൊക്കെ കാര്യം നോക്കണം എന്നാണ്. അങ്ങനെയല്ലേ? ലോകം മുഴുവൻ നന്നാവട്ടെ എന്ന് പറഞ്ഞ് പുഷ്പാഞ്ജലി ചെയ്തിട്ടുള്ളവരൊന്ന് കൈപൊക്കൂ. 2-3 അമ്മമാർ ഇതൊക്കെ കേട്ടതിന് ചിലപ്പം ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളതൊക്കെ സ്വന്തം കാര്യം സിന്ദാബാദാണ്. ആണോ? കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഭഗവാൻ നമുക്ക് നല്ല അനുഭവങ്ങൾ തന്നാൽ ജീവിതം നന്നാവുന്നതാണ്. പക്ഷെ സത്യത്തിൽ ഇവിടെ ഭാഗവതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ എന്തൊക്കെ നിങ്ങൾ നല്ലതാവണമെന്ന് പ്രാർത്ഥിച്ചാലും കാലത്തിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതൊരിക്കൽ നിങ്ങൾക്ക് ക്ലിയറായാൽ നാളെ എന്തു വരും എന്നുള്ളതല്ല, വരുന്നതിനെങ്ങനെ നേരിടാൻ സാധിക്കും, അതല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏതാ പ്രാധാന്യം കൊടുക്കേണ്ടത്? വരുന്നതിന് പ്രാധാന്യം കൊടുക്കണോ, വരുന്നതിനെ നേരിടുന്നതിന് പ്രാധാന്യം കൊടുക്കണോ? ഏതാ വേണ്ടത്? അപ്പോൾ ഇവിടെ 2 സത്യങ്ങളുണ്ട്. ഒന്നാമത്തെ സത്യം എന്നത് എന്തു വരുന്നു, അതിനെ പറയാം വ്യാവഹാരിക സത്യം എന്നാണ്, റിലേറ്റിവിറ്റി. ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി അതാണ്. അതായത് ഒന്ന് റിലേറ്റീവാണ്, ഒന്ന് റിലേറ്റഡ് ആണ്, ഒന്ന് കണക്റ്റഡ് ആണ്. മറ്റത് പാരമാർത്ഥിക സത്യം. ഈ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും
ഫിസിക്സ് പഠിപ്പിക്കുന്നത് അതെല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് ലെവലിലാണ്, മാസും എനർജിയും എന്നൊക്കെയുള്ള രീതിയിലാണ്, ടൈം സ്പേസ് മാസ് എനർജി മാസ് എന്നൊക്കെയുള്ള രീതിയിലാണ്. എന്നാൽ ഇവിടെ ഭാരത ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത് ഒരു ബോധ മനസ്സ് എന്ന പാരമാർത്ഥിക സത്യത്തിലാണ് ജീവിതാനുഭവങ്ങൾ എന്ന വ്യാവഹാരിക സത്യം ഉള്ളത്. ഒരു ഒബ്സർവർ ഉണ്ടെങ്കിലേ ഒബ്സർവേഷനുള്ളൂ, ഒരു എക്സ്പീരിയൻസർ ഉണ്ടെങ്കിലേ എക്സ്പീരിയൻസ് ഉള്ളൂ, ഒരു ദൃഷ്ടാവുണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ദൃശ്യത്തിലേക്കാണ്, എക്സ്പീരിയൻസിലേക്കാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന നമ്മുടെ അനുഭവങ്ങളിലേക്കാണ്. അനുഭവിക്കുന്നവനിലേക്ക്, ബോധമനസ്സിലേക്ക്, ദൃഷ്ടാവിലേക്ക്, എക്സ്പീരിയൻസിലേക്ക് ശ്രദ്ധിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കണോ, അവനവനിലേക്ക് ശ്രദ്ധിക്കണം, നിങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഗായത്രി മന്ത്രവും ഒക്കെ ചൊല്ലുന്നത്. കുറച്ചു നേരമെങ്കിലും കണ്ണടച്ച് നിവർന്നിരുന്ന് ആരിലേക്ക് നോക്കണം? ആവൃത്തചക്ഷു അമൃതത്വമിച്ച്. അതായത് ഭൂരിപക്ഷം ആളുകളും പരാഞ്ചികാനേവതമസ്വയംഭൂ, എല്ലാം പുറത്തേക്ക് നോക്കുകയാണ്. പുറത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വായിൽ നോക്കികളാണ്. നമ്മൾ വായിൽ നോക്കിയിരിക്കുക എന്ന് പറയും. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണ്. ഇപ്പോൾ ഒരു എല്ലാം പുതിയൊരു ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മാളിലൊക്കെ പോയിട്ട് വായിൽ നോക്കിയിരിക്കുക, ടൈം പാസ് ചെയ്യുക. വിൻഡോ ഷോപ്പിംഗ് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? കണ്ടവൻ്റെ വായിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് ടൈം പാസ് ചെയ്യുക. ഇതെല്ലാവർക്കും സാധിക്കുന്നതാണ്. ഏത്? നമ്മൾ വായിൽ നോക്കുന്നത് ഇത് തന്നെ. കണ്ടവൻ്റെ മെസ്സേജുകൾ നോക്കുക, കണ്ടവൻ്റെ വീഡിയോസൊക്കെ നോക്കി, അങ്ങനെ നമ്മുടെ സമയം പാസ് ചെയ്യുന്നതിൻ്റെ പേരാണ് വായിൽ നോക്കി. കണ്ടവൻ്റെ വായിൽ നോക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ കണ്ടവൻ്റെ വായിൽ നിന്നും വരുന്നത് ആസ്വദിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ്. ഒന്നുകൂടി വിശദീകരിക്കണോ? വായിൽ നോക്കികളല്ലാത്തവരാരെങ്കിലും ഉണ്ടവിടെ? ഞാനടക്കം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളെന്ത് നോക്കണം? എന്തോ മിണ്ടാത്ത നിങ്ങൾ വായിൽ നോക്കികളല്ല. എത്ര പേര് വായിൽ നോക്കികളാണ്? സത്യം പറയും. ഞാൻ ഒരു വായിൽ നോക്കിയാണെന്നുള്ളത്. താത്തിക്കൊള്ളൂ. നമ്മളൊക്കെ ഞാനടക്കം ഒരു വായിൽ നോക്കികളാണ്. അതായത് കണ്ടവൻ്റെ വീഡിയോ അവൻ പറയുന്നത് അത് ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വായിലൊക്കെ നോക്കിക്കോളും, പക്ഷെ കുറച്ച് സമയം നമ്മൾ ആരിലേക്ക് നോക്കണം? ആവൃത്തചക്ഷു അമൃതത്വമിച്ച്, അവനവനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരം സത്യത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കാത്തൊരു കാര്യമാണ്, ഒരു ബോധ മനസ്സുണ്ടെങ്കിലേ ജീവിതാനുഭവം ഉള്ളൂ. ഒരു ബോധ മനസ്സില്ലെങ്കിൽ ജീവിതാനുഭവം നമുക്കാർക്കും ഇല്ല. അത് നമ്മൾ പഠിക്കേണ്ടതായിരുന്നു, അല്ലേ? ശരിയല്ലേ?